Hundreds of fish floating lifeless in the Periyar River. The mass fish kill was reported early on Tuesday after the suspected release of effluents from industries upriver in the Elur-Edayar area of Kerala's Ernakulam district. ഇതിപ്പോൾ ചേരാനൊരു വൻതോതിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിട്ടുണ്ട്. ഇടയാർന്നുള്ള കമ്പനികളിൽ നിന്നുള്ള വിഷവെള്ളം കാര്യങ്ങളും അവയുടെ വേസ്റ്റുകളും കാര്യങ്ങളും ഇട്ടിട്ടാണ് ഈ കൂടുതലായിട്ട് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയേക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കേജിൻ്റെ മാത്രമല്ല, പുഴയിലുള്ള പുറത്തുള്ള മത്സ്യങ്ങളും, അതായത് കൂരി, നന്ദൻ, കൊഴുവ അങ്ങനെയുള്ള ചെറു മത്സ്യങ്ങൾ വരെയും ചത്തുപൊങ്ങിയിട്ടുണ്ട്. Fishermen involved in cage farming in the Periyar are reporting losses amounting to lakhs of rupees. Fishermen are now beseeching authorities to grant them some relief and also find a permanent solution to the problem of effluents from industries being released into the river. എൻ്റെ ഉപജീവനമാർഗ്ഗമാണ് കൂട് കൃഷി. ആ കൂട് കൃഷി ഇന്നലെ പെരിയാറിൽ നിന്നും വിഷവെള്ളം, കമ്പനികളിൽ നിന്നും വിഷവെള്ളം വിട്ട് എല്ലാ മീനുകളും ചത്തുപോയി. നമ്മുടെ ഉപജീവനമാർഗ്ഗം ആകെ താറുമാറായി ഇപ്പം. അപ്പോൾ മീനുകളെല്ലാം ചത്തുപോയി, കൂട് ശൂന്യമായി. അപ്പോൾ ഇത് അധികൃതർ ഇത് എന്തെങ്കിലും കണ്ട് ഇതിൻ്റെ എന്തെങ്കിലും നഷ്ടപരിഹാരം എന്നതിൽ നമ്മുടെ ഉപജീവനമാർഗ്ഗം ആകെ ഇടങ്ങേറായി പോകും. In Elur, there are hundreds of chemical factories that manufacture things like pesticides, fertilizers, rare earth elements, rubber processing chemicals and leather treatments.